അബ്ദുൽ നാസർ മദനി, നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ, നമ്മുടെ അബ്ദുൽ നാസർ മദനി ഉസ്താദ്, അദ്ദേഹം ഒരുപാട് യാതനകൾ അനുഭവിച്ച ഉസ്താദാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ വേണ്ടാത്ത രീതിയിൽ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. അതൊരു ദുഃഖവാർത്തയാണ്. നമ്മുടെ അബ്ദുൽ നാസർ മദനി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് തരണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ അബ്ദുൽ നാസർ മദനി ഉസ്താദിൻ്റെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആളുകൾ കുറ്റം പറഞ്ഞ് നടക്കുന്നതോടൊപ്പം അദ്ദേഹം ചെയ്യാത്ത തെറ്റിന് ഒരുപാട് കാലങ്ങൾ നമ്മുടെ കോയമ്പത്തൂർ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. അവസാനം കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. വീണ്ടും അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം CPIM അനുഭാവത്തിലേക്ക് പോയി. അദ്ദേഹം CPIMന് സപ്പോർട്ട് ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിനെ വീണ്ടും കർണാടക സർക്കാർ ബോംബ് സ്ഫോടന കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും കർണാടകയിലോട്ട്, ബാംഗ്ലൂരിലേക്ക്, ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരുപാട് കാലം ബാംഗ്ലൂർ ജയിലിൽ അദ്ദേഹത്തെ തടവറയിൽ പാർപ്പിച്ചു. അവസാനം കോടതി ഇടപെട്ടു, മാനുഷിക പരിഗണന നൽകി അദ്ദേഹത്തെ വീണ്ടും കേരളത്തിലേക്ക് ചികിത്സയ്ക്കായി അദ്ദേഹത്തെ വീണ്ടും കേരളത്തിലോട്ട് വരാൻ അനുവദിച്ചു. നമുക്കൊക്കെ അറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മാനസിക പരിഗണന അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ പാവം മനുഷ്യനെ ഒരുപാട് തവണ ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാണ്ട് ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ഉസ്താദിനെ എല്ലാവരും വെറുതെ ഇല്ലാണ്ട് കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. അതൊരു ദുഃഖവാർത്ത തന്നെയാണ്.